Hello, welcome to yet another episode of Japan Love Story. എങ്ങോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വക്കയാമയാണ്. ജപ്പാന്റെ സ്പിരിച്വൽ ഹാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വക്കയാമ. ഇവിടെ സ്പിരിച്വൽ മാത്രമല്ല, നേച്ചർ ഉണ്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? നല്ല പച്ചപ്പ് പ്രകൃതിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നച്ചി ഫോൾസ് ആണ്. ആ കാണുന്നതാണ് നച്ചി ഫോൾസ്. ഈ യാത്രയ്ക്ക് തന്നെ കാരണം ഈ നച്ചി ഫോൾസിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കണ്ടു. ആ ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നില്ല. ആ കിടിലൻ വ്യൂ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാവേ. നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ഏറ്റവും അവസാനം തന്നെ. അതുകൊണ്ട് ഏകദേശം ഒരു 600 മീറ്ററോളം നടന്ന് വേണം നമുക്ക് നച്ചി ഫോൾസിൽ എത്താൻ. ഇതതിൻ്റെ മാപ്പാണ്. നമ്മൾ ഏകദേശം ഇവിടെ എങ്ങാണ്ടാണ് നിൽക്കുന്നത്. ആ വാട്ടർഫോളുള്ള സ്ഥലം വരെ നമ്മൾ എത്തണം. കുറച്ച് സ്റ്റെപ്പ് കയറി തുടങ്ങിയപ്പോൾ റോൾസ് കെതിച്ചു തുടങ്ങി. ഈ കാണുന്നതൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുകളാണ്. ഇതുപോലെ പോകുന്ന വഴിക്ക് ധാരാളം ഷോപ്പുകളുണ്ട്. എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാങ്ങി വെച്ചോണേ. എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വഴി ആയിരിക്കില്ല വരിക. താഴെ റോട്ടിൽ കൂടെ നടന്നായിരിക്കും പാർക്കിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ വാങ്ങി വെക്കുന്നതാണ് ബുദ്ധി. ഇവിടുത്തെ വെള്ളമെല്ലാം ഭയങ്കര തണുപ്പും ഭയങ്കര പ്യുവറുമാണ്. ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുത്താൽ മതി. ഞാൻ ഈ ക്രാഫ്റ്റ് ഷോപ്പിൽ പല സാധനങ്ങൾ കണ്ടുവച്ചു, തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നടന്നില്ല. അങ്ങ് മുകളിൽ കാണുന്ന ആ റെഡ് ബിൽഡിംഗ് ഇല്ലേ, അതാണ് കുമാനോ നച്ചി തൈഷ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ ട്രിപ്പ് ഞങ്ങളൊരു ഏപ്രിൽ മെയ് മാസത്താണ് പോയത്. ആ സമയത്ത് ഇവിടെ ഒരു ലീവ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. അത് കാരണം അധികം റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താന്ന് പോലും ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ആകെ അറിയാവുന്ന നച്ചി ഫോൾസ് ആണ്. ഇവിടെ കുറേ അമ്പലങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഈ കുമാനോ ഒരു ട്രെയിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ പ്രധാനമായിട്ട് 3 സ്ട്രൈൻസ് ആണുള്ളത്. ഒന്ന് ഹൊങ്കു തൈഷ, നച്ചി തൈഷ, പിന്നിലുള്ളത് ഹയാത്തമ തൈഷ. കുറേ അമ്പലങ്ങളെല്ലാം കൂടെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ നച്ചി തൈഷയാണ് സെലക്ട് ചെയ്തത്. ഇതാണ് കുമാനോ നച്ചി തൈഷ. ഞാനവിടെ പ്രാർത്ഥിക്കാൻ കയറുന്നൊന്നുമല്ല, അവിടെ ഒരു സീല് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ ശരിക്കും ഒരു ബുദ്ധമതത്തിൻ്റെയും ഷിൻഡോ മതത്തിൻ്റെയും കൂടെ ഒരു ഫ്യൂഷനാണ്. ഈ കാണുന്നത് സ്ട്രൈനാണ്. ഇനി ഒരു ടെമ്പിളും കൂടെ വരാനുണ്ട്. ഈ മരം ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഒരു 300 റുപ്പീസ് കൊടുത്താൽ ഒരു സാധനം കിട്ടും. അതും കൊണ്ട് നമുക്ക് ഈ മരത്തിനകത്തൂടെ ആ ഒരു ഹോള് കാണുന്നില്ലേ, ആ ഹോളിൽ കൂടെ പാസ് ചെയ്ത് പോകാം. ഞങ്ങൾ ആ 300 ലാഭിച്ച് അത് വാങ്ങാതെ അതിനുള്ളിൽ കൂടെ കടന്നു പോവുകയാണേ. കുടുംബമൊന്നുമില്ലടി, സ്ഥലമുണ്ട് ആവശ്യം പോലെ. നീയാണോ സ്ലിമ്മ? സ്റ്റെപ്പ് കയറാൻ പേടിയുള്ള സജന. നമ്മൾ അവിടുന്ന് വാങ്ങാതെ വന്ന 300 യെന്നിൻ്റെ സാധനമില്ലേ, അത് വാങ്ങി വരുന്നിട്ട് നമ്മളൊരു ആഗ്രഹം വിചാരിച്ച് ഇതിൽ പാസ് ചെയ്താൽ ആ ആഗ്രഹം നടക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ മരം ഓപ്പൺ ആയിരിക്കുന്നത് 8 AM to 3:30 PM ആണ്. പിടിച്ച് പിടിച്ച് കയറി 2 കൈയും പിടിക്കാറ് നിനക്ക്. എന്നിട്ട് ആ വാങ്ങിച്ച സാധനം, ആ ഒരു താളിയോല പോലെ ഇരിക്കുന്ന സാധനം ഇല്ലേ, അത് ഇവിടെ കൊണ്ടേ വെക്കണം. എന്തോ എഴുതിയൊക്കെ വെക്കാമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ആഗ്രഹം നടക്കും. ഇവിടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞത് തൈഷയായിരുന്നു. ഇനി കാണാൻ പോകുന്നത് ഒരു ടെമ്പിളാണ്. സെയ്ഗൻ തോജി ടെമ്പിൾ എന്നാണ് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല.
ഇത് വളരെ പഴക്കം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. 1590 ഇത് പണിതതെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെയുണ്ട്. മുന്നേ കണ്ട തൈഷ 24 hours ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും ഈ ടെമ്പിൾ 7 to 4:30 വരെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു അടിപൊളി വ്യൂ അല്ലേ? ഇതുപോലത്തെ ഒരു പിക്ചർ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഈ ഫ്രെയിമാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ കാണുന്നതാണ് നച്ചി ഫോൾസ്. ഈ നച്ചി ഫോൾസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാതെ അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഈ ഏരിയ ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് തോന്നി. കുറേ മലയും കുറേ വാട്ടർഫോൾസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ഈ ഫ്രെയിം ഇതാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഈ പ്രാവശ്യം എവിടെ ട്രിപ്പ് പോകുന്നു പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടുന്നില്ലെന്നോ. അപ്പോൾ റോയ്സിനോട് പറഞ്ഞ സ്ഥലമൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ പ്രാവശ്യം ട്രിപ്പില്ലാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സൂം ചെയ്തപ്പോൾ ഈ സ്ഥലം വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഒരു 3 നിലയുള്ള പഗോഡയുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ട ആ വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ, അത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അവിടുന്ന് വാട്ടർഫോളിൻ്റെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഈ പഗോഡ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 3:30 വരെ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. 300 ആണ് ഇവിടെ എല്ലാ സംഭവത്തിലും കയറണമെങ്കിൽ ഉള്ള ഫീ. ഇവിടുന്ന് നച്ചി ഫോളിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, മുകളിൽ അങ്ങനത്തെ റിബണൊക്കെ കെട്ടി. ഇത് ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടല്ല, അതിനേക്കാൾ കൂടുതൽ ഇത് ഭയങ്കര സേക്രഡ് ആയിട്ടുള്ളൊരു വിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയില്ലേ, തീർത്ഥാടനം പോലെയൊക്കെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വന്നതാണേ. ബാക്കി നീ പാട്. ആ കൈ പഗോഡ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നച്ചി ഫോൾസ് ആണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു കാട്ടിക്കൂടെ പോകുന്നൊരു ഫീലാണ്. നിറയെ പൈൻ മരങ്ങളാണ് ഇവിടെ, ധാരാളം പൈൻ മരങ്ങളുണ്ട്. പിന്നെ തലേദിവസം ഒരു മഴ കഴിഞ്ഞതുപോലെ ഉണ്ട്, ഒരു ചെറിയ നനവൊക്കെ ആയിട്ടാണ് മണ്ണൊക്കെ കിടക്കുന്നത്. വെച്ച് നടക്കുക ഇങ്ങോട്ട് സജന വെച്ച് നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നെഗറ്റിവിറ്റി ഉണരാറുണ്ടേ. പിന്നെ തെന്നിക്കിടക്കുന്ന പോലെ തോന്നി. ചിലപ്പോൾ തലയിടിച്ച് വീണാൽ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഈ കാണുന്നതാണ് ശരിക്കും നച്ചി ഫോൾസിലേക്കുള്ള എൻട്രി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നച്ചി ഫോൾസ് മാത്രം കണ്ടിട്ടും പോകാൻ പറ്റുമേ. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നച്ചി ഫോൾസിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് വന്ന ആ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് ജപ്പാനിലെ ടോളസ്റ്റ് സിംഗിൾ ടയേർഡ് വാട്ടർഫോളാണ്. ഒറ്റ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീഴുന്ന ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ്. എനിക്ക് ശരിക്കും ഈ വാട്ടർഫോളൊക്കെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരു പേടി വരും. എനിക്ക് സ്പീഡ് ചെറിയ പേടിയാണെന്നാണ് തോന്നുന്നത്. എന്താ സംഭവം എന്നതിൽ മറ്റേ ആതിരപ്പള്ളിയൊക്കെ കുറേ നേരം ഇങ്ങനെ പോയി നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭീകരത ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു പീസ്ഫുള്ളാണ്. നിഗൂഢതയുണ്ടോ എന്ന് ചോദിച്ചാൽ നിഗൂഢതയുണ്ട്. ഇനി നമുക്ക് ആ വാട്ടർഫോളിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്ക് പോകാം. അവിടെ എന്തോ വാട്ടർ പൂജ പോലത്തെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ എൻട്രി ഫീ ആയിട്ട് വീണ്ടും 300 എന്നൊക്കെ കൊടുത്തിട്ട് വേണം കയറാൻ. പക്ഷെ നമുക്ക് പൂജിക്കാൻ അറിയില്ലല്ലോ, നമ്മൾ വെറുതെ കാണാൻ പോകുന്നതാണ്. ഇവിടെ രാവിലെ 7 മുതൽ 5 വരെ ആട്ടോ ഈ ഭാഗത്തേക്കുള്ള എൻട്രി. മറ്റേ ഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് വാട്ടർഫോൾ കാണാൻ പറ്റും. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഐസ്ക്രീംസും അങ്ങനത്തെ സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാക്കയുടെ ഷേപ്പിലാണ് ഈ ഐസ്ക്രീം വെച്ചിരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഒരു കൗതുകം. കാക്ക ഐസ്ക്രീം എങ്ങനെയുണ്ട്? നിങ്ങൾ ഇതിനു മുമ്പ് എള്ളിൻ്റെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സുവർണയറും വാങ്ങി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇനിയാണ് ഫുൾ ട്വിസ്റ്റ്. എനിക്ക് കുറച്ചധികം പറയാനുണ്ട്.
ഈ വ്യൂ ഒന്ന് നോക്കി വെച്ചോ. ബാക്കി സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. നല്ലൊരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കീപ്പ് വാച്ചിങ്. അടുത്ത വീഡിയോ കാണാവേ.